again police പിടിച്ചു ഗൈസ്. പോലീസുകാരൊക്കെ നോക്കുന്നുണ്ട്. കേരള. ഞാൻ ഗോവ. We stayed yesterday. ലഡാക്ക്. ഒരാൾ നടക്കണ കണ്ട് ഞങ്ങൾ നിർത്തി. മുപ്പര് തിരൂരിന്ന് മക്ക മദീന നടന്ന് പോവാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ലഡാക്ക് യാത്രൻ്റെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഗോവയിലെ ഇന്നലെ താമസിച്ച റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. കുറച്ച് ലേറ്റ് ആയി പോയി ഇറങ്ങാൻ. ഇന്നലെ കുറച്ച് വർക്ക് ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നേരെ നമ്മൾ മുംബൈക്കാണ് പോകുന്നത്. 550 കിലോമീറ്റർ ഉണ്ട്. ഇന്നലെ 400 ഓടിയിക്കന് നോക്കും നമ്മൾ, പക്ഷേ റിസ്ക് എടുക്കില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല. നമ്മൾ റൂമിൽ നിന്ന് കൊണ്ടുവന്ന അവില്, ബ്രെഡ്, പീനട്ട് ബട്ടറൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ റൂമിൽ നിന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം പറഞ്ഞത് നൊസ്റ്റാൾജി ഗോവ പറഞ്ഞ റൂമാണ്. നമ്മൾ അഞ്ജന ബീച്ചിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ഒരു 800 മീറ്റർ അഞ്ജന ബീച്ചിൽ നിന്ന് നടക്കാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഞങ്ങൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റേ ആണ്. പക്ഷെ നല്ല ആംബിയൻസ് അല്ലേ, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നമ്മളധികം സ്ഥലങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല. നമുക്ക് പോയത് ശരിക്ക് ഗോവയിൽ വന്നാൽ അഞ്ജന ബീച്ച്, വാഗ ബീച്ച്, വാസ്കോ ഡ ഗാമ, ഓൾഡ് ഗോവ, ഇത് കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. നമ്മൾ എവിടെയും പോയില്ല. നമ്മൾ നൈറ്റ് ഒന്ന് അഞ്ജന ബീച്ചിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് നടന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോന്ന്. ഇനിയിപ്പോൾ നേരെ മുംബൈയിലേക്കാണ്. ഇന്ന് സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പ്ലാനില്ല. ഇന്ന് ഫുൾ ഡ്രൈവ് അല്ലേ ഇന്ന് ഫുൾ ഡേ ഓവർ ഡേ ജേണിയാണ്. ഞങ്ങളിപ്പോൾ നാഷണൽ ഹൈവേ 66 കയറാൻ വേണ്ടി ഒരു ഉൾ റോഡിലൂടെ പോവാണ്. ബാംഗ്ലൂർ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. നാഷണൽ ഹൈവേ ഭയങ്കര മോശമാണ്. ഉൾഗ്രാമത്തിലൂടെ ഞങ്ങൾക്കിപ്പോൾ അവസാനം ഡ്രൈവർ എന്ന നിലയിൽ കേരളം മുതൽ ഇവിടെ വരെ നല്ല റോഡ് കിട്ടിയപ്പോൾ നിലവിൽ കേരളത്തിൽ കർണാടക എൻ്റർ ചെയ്തിട്ട് ആ സമയത്തിലെ നല്ല പൈസ ഒരു ടൂള് നോക്കിപ്പോയില്ലേ. കൊടുത്താലും മുതലാവും. Again police പിടിച്ചു ഗൈസ്. ലഡാക്ക് ലൈസൻസ് ദോ. അഫ്സാന എൻ്റെ ലൈസൻസ് ഗോവ പോലീസ് और गोवा पुलिस और ट्रैफिक. गोवा पुलिस ट्रैफिक. वाइट ड्रेस पुलिस. वो दो तरीका रहता है ड्रेस. ट्रैफिक का दूसरा नहीं है. നമ്മളെ അഗെയിൻ പോലീസ് പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോലീസുകാരൊക്കെ നോക്കുന്നുണ്ട്. കേരള. ഞാൻ ഗോവ. We stayed yesterday. ലഡാക്ക്. ഹിമാചൽ പ്രദേശ്. Then come back to Kerala. താങ്ക് യു. പോലീസുകാരങ്ങനെ പ്രശ്നക്കാരൊന്നല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ് പോലെ. എന്താണ് നിങ്ങളെ ഗോവ പോലീസിനെ പറ്റിയുള്ള അഭിപ്രായം? ആദ്യം പിടിച്ച് ഫൈൻ വാങ്ങി. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇന്നലെ ഫൈൻ അടിച്ചതിന്റെ റെസിപ്റ്റ് കാണിച്ചു കൊടുത്തരും പോലെ പറഞ്ഞു. നിങ്ങൾ പോയിക്കോളെ, നിങ്ങൾ തന്നല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഡീസൽ അടിക്കാൻ നിർത്തിയ ഗോവയിൽ 88 റുപ്യ. ഇനി പോണ മഹാരാഷ്ട്രയിൽ 91 റുപ്യ. 3 റുപ്യേൻ്റെ മാറ്റമുണ്ട്. ഡീസൽ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ളൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറാണ്. ലേറ്റ് ആയി, 5 ആവാനായി, 10 നല്ല ദോശയും സാമ്പാറും ചട്നിയും കഴിച്ച് പിന്നെ നമുക്ക് എടുക്കേണ്ട വെള്ളമൊക്കെ എടുത്ത് നേരെ പോവാണ്. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. വെച്ച് കയറിയപ്പോൾ വലുതാക്കി ഇരിക്കല്ലോ. ഇത് ഒറ്റ തന്നെയാണ് നമ്മളെ നാഷണൽ ഹൈവേ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കൂടി പോകുന്നത്. അതല്ല ഭാഗത്താണ് മംഗലാപുരത്ത് നിന്ന് ചെയ്യുന്നുണ്ട്.
എന്ത് തോന്നുന്നു ഗോവന്ന് മഹാരാഷ്ട്ര കയറിയിട്ട് എന്ത് തോന്നുന്നു? ഇത് ഓണാനാ ദോശ കിട്ടിയാൽ തീരും. അണ്ണനിപ്പൊ തിന്നിട്ടേ ഉള്ളൂ, അയാൾക്ക് പോരാ. ഇന്നലെ കുത്തിരുന്ന് ബ്രെഡും പീനട്ടോ ജാമും തിന്നതാ. രാത്രി മുതലായിട്ടല്ലേ ഒന്ന് കാണുമ്പോ ബ്രെഡ് വാങ്ങണം നമുക്ക്. 5 ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ രാത്രി ഭക്ഷണം വാങ്ങിച്ചിട്ടില്ല. നമ്മള് ഗോവ കഴിഞ്ഞ ബോർഡർ നല്ലത് മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞ് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറി. അങ്ങനെ നമ്മളെ യാത്രയുടെ മൂന്നാമത്തെ 4ാമത്തെ സ്റ്റേറ്റ്. കേരളം കൂട്ടാലോ. ഓൾമോസ്റ്റ് 1625 കിലോമീറ്ററോളം ഉണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പല സ്ഥലത്തും പണി നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വെസ്റ്റേൺ പശ്ചിമഘട്ടത്തിന്റെ പിന്നെ പടിഞ്ഞാറൻ തീരത്തിന്റെ പടിഞ്ഞാറൻ അറബിക്കടലിന്റെയും പശ്ചിമഘട്ടത്തിന്റെ ഇടയിൽ കൂടെ, അതായത് പടിഞ്ഞാറൻ തീരദേശത്തൂടെയാണ് ഈ നാഷണൽ ഹൈവേ 66 പോകുന്നത്. ഗോവ, കൊച്ചി, മംഗലാപുരം തുടങ്ങി മെയിൻ സിറ്റികളൊക്കെ കവർ ചെയ്യുന്നുണ്ട് ഈ നാഷണൽ ഹൈവേ 66. നല്ല രസമാണ്, മഴ പെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. നമ്മള് മുംബൈ പോണ അയിമല് ഒരു സ്ഥലത്ത് നിർത്തിയാണ്. ഒരു മഹേശ്വർ നഗർ എന്ന സ്ഥലം കഴിഞ്ഞില്ലേ. വണ്ടി ഇതാ കുറച്ച് വെയിലത്ത് ഉണക്കാട്ടാണ്. നല്ല അവിലുണ്ട്. അവിലും ശർക്കര നമ്മൾ രാവിലെ റൂം സെറ്റ് ചെയ്താണ് തിന്നാണ്. നമ്മളിനി ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലുമൊക്കെ നിർത്തും. ഇതാണ് നമ്മളെ വ്യൂ. ഭയങ്കര ഞങ്ങളെ യാത്രയിലെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഫുള്ള് ഡ്രൈവിംഗ് ആണ്. മുംബൈക്ക് ഞങ്ങൾ ഗോവയിൽ ഏകദേശം മുംബൈയിൽ നിന്ന് ഗോവയ്ക്ക് എത്ര ദൂരം? അവസാനം 580 ഏകദേശം 550 കിലോമീറ്ററോളം ഉണ്ട് റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 30% ഓടിയിട്ടേ ഉള്ളൂ. ഒന്ന് ബാക്കി ഓടി തീർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് വേറെ സ്ഥലങ്ങളൊന്നും കാണുന്നത് ഫുള്ള് റണ്ണിങ് ആണ്. കാരണം ഞങ്ങൾ നമ്മൾ ഏകദേശം രാജസ്ഥാൻ എത്തോളം റണ്ണിങ് തന്നെ ആയിരിക്കും അല്ലേ ഷാന? രാജസ്ഥാൻ കഴിഞ്ഞിട്ടല്ലേ കാഴ്ചകളുണ്ടാകാം. കുറേ ദൂരം ഓടിയതിന് ശേഷമാണ് ഒരു ഹോട്ടൽ കാണുന്നത്. അതിലിവിടെ നിർത്തി. നമ്മള് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കയറിയ സമയത്തിന് 1:30 എത്ര? 2 മണി 1:30 കയറിയിരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. കുറേ തപ്പിയാലാണ് ഒരു ഫുഡ് കിട്ടിയത്. കയറി ഓർഡർ ചെയ്ത് 20 മണിക്കൂറോളായി, 20 മിനിറ്റ് അരമണിക്കൂറോളം ഇതുവരെ വന്നില്ല. ഇതാണെന്ന് ഉച്ചക്കത്തെ ഫുഡ്. പനീർ മസാല, ബട്ടർ റൊട്ടി, സവാള, നാരങ്ങ. നല്ല രസമുണ്ട്. നല്ല രസമുള്ള ബട്ടർ റൊട്ടിയും നല്ല രസമുള്ള ബട്ടർ റൊട്ടിയും നല്ല പനീർ മസാല. അടിപൊളി, നല്ല രസമുണ്ട്. നല്ല അടിപൊളി, നല്ല എന്താ പറയുക, തൊള്ളക്ക് നല്ല ഗുണമുള്ള സാധനം അല്ലേ അഫ്ജാനെ? അല്ല കിട്ടിയാൽ ഇപ്പോൾ ഇന്നലെ ഗോവയിൽ നിന്ന് കിട്ടിയാലും ടേസ്റ്റോ ഇവിടെ 30, 20 ടേസ്റ്റ് മാറ്റില്ല. തുറക്കില്ല പിന്നെ നമുക്ക് ചെറുങ്ങനെ ഇവിടെ റോഡ് പണി ഒന്ന് എടുക്കണോണ്ട് ചെറിയൊരു ഉള്ളേരിയ കൂടി പോകേണ്ടി വന്നത്. കട്ടിങ് ആയിക്കും പോയി നോക്കട്ടെ. ഏതായാലും പരിപാടിയാണ്. കയറാൻ നോക്കുക.
Slight right onto National Highway 66. കാട്ടുകൂടിയാ പോണേ. മറ്റേ ജമ്മുവിലുള്ള road. Yes, നമ്മൾ കയറിയിരിക്കുകയാണ്, ദൂരീകരിച്ചിരിക്കുന്നു. ഞാൻ പോയി ബസ്സിന്റെ മുന്നേ. നമ്മളിന്ന് 300 കിലോമീറ്റർ ഗോവയിൽ ഒരു 10 മണിക്ക് തുടങ്ങി ഓടിയതാ. ഇപ്പോൾ സവാഡ പറഞ്ഞൊരു സ്ഥലത്തെത്തി, മഹാരാഷ്ട്ര. രത്നഗിരിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു 250 കിലോമീറ്ററോളം ഉണ്ട് മുംബൈക്ക്. നമ്മളിവിടെ നിർത്തി ഒരു കോമഡി ഉണ്ട്, ഒരാളെ കാണിച്ചതാണ്. നമ്മളിവിടെ എത്തി ചായപ്പീടി നല്ല ഉണ്ടാക്കിയാണ്ട് ഒരു ബേക്കറിൻ്റെ മുമ്പിൽ നിർത്തി. മൂപ്പരെ ഞങ്ങൾ കാണിച്ചുതരാം, ഇപ്പോൾ കാണിച്ചുതരാം. നമ്മുടെ നാട്ടിലെ ഫ്ലോർ മില്ല് ഇവിടെ എങ്ങനെ ഉണ്ടാവാം. ഇവിടെ ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ട്, എന്തിനാണെന്ന് ആർക്കും അറിയോ. ഇതിങ്ങനെ സൗണ്ടും ഉണ്ടാവും, കറങ്ങുകയും ചെയ്യേണ്ട ഒരു മണി. നമ്മളെ നാട്ടിലത്തെ ഇവിടുത്തെ മില്ലോ തമ്മിൽ എന്തൊരു മാറ്റം അറിയോ. ഇതൊരു മലയാളീൻ്റെ കടയാണ്, മാസ്റ്റർ ബേക്കറി. ഇതൊരു മലപ്പുറം തിരൂരുള്ളൊരു മലയാളീൻ്റെ കടയാണ്. ഒരു മലയാളി ടച്ച് ബേക്കറി എന്ന് തോന്നുന്നില്ലേ, മാസ്റ്റർ ബേക്കറി കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നേരം നമ്മൾ മലയാളികളെ ഷോപ്പ് പറഞ്ഞില്ലേ, അവിടെ ഞങ്ങൾ തന്നൊരു കടി. ഇതിൻ്റെ പേരെന്താണ്? മേത്തിവടി എന്നാണ് ഇതിൻ്റെ പേര്. ഒരു മസാല ടേസ്റ്റ്. അപ്പോൾ ഏതായാലും ഒരങ്ങ് പോലെ സന്തോഷത്തിന് വകയിൽ തന്നാണ്. ഞങ്ങളേതായാലും പോവാം, അങ്ങ് വേഗം മുമ്പേ ഓടിച്ചെത്താനുള്ളതുകൊണ്ട്. ചായയും കടിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയിനു. പോകുന്നതിനിടയിൽ ഒരാൾ നടക്കണ കണ്ട് ഞങ്ങൾ നിർത്തി. മൂപ്പര് തിരൂരിൽ നിന്ന് മക്ക മദീന നടന്ന് പോവാണ്. ഇവരോട് കുറച്ചേരൊക്കെ സംസാരിച്ചു, ഇവരോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് മൂപ്പര് വൈക്കും പോയി ഞങ്ങൾ നേരെ മുംബൈ. ഞങ്ങൾക്ക് അവസാനം മഴ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ നല്ല അടിപൊളി മഴ പെയ്യുന്നതാണ് പ്രതീക്ഷ. നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല അല്ലാണ്ട് ഒരു വീഡിയോ എടുക്കും. ചെങ്ങായിമാരെ, നമ്മളെ ബ്ലോക്ക് ഇതുവരെ തീർന്നില്ല. ജാതി ബ്ലോക്ക് മുമ്പിൽ ആ ലോറിയോ സ്കോഡ റാപ്പിഡ് ഇപ്പോഴും ആളുണ്ട്. നമ്മൾ ആ കുറഞ്ഞ ദൂരം കവർ ചെയ്തിട്ടേ ഉള്ളൂ. അതിന് ഇത്രയടി ചെറിയൊരു കൂടെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ബ്ലോക്കിന്റെ കാരണം എന്താ അറിയില്ല. ഹായ് ഗൈസ്, നവി മുംബൈ എത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നജിമതാക്കണ വെള്ളം എടുക്കാൻ പോയാണ്. ഭക്ഷണം വന്നു. ഫുഡ് എന്താ വെച്ചാൽ ഇന്നത്തെ രാത്രി ഭക്ഷണം ബട്ടർ റൊട്ടി, പനീർ മസാല, അങ്ങനെ ബട്ടർ റൊട്ടിൻ്റെ ഒരു കഷ്ണം അവിടെ എടുത്തിട്ട് നല്ല പനീർ മസാല കൂട്ടി ഏതാ ടേസ്റ്റ് ഉണ്ട്. ഉച്ചക്കത്തെ ഏതാ രസം? ഉച്ചക്കത്തെ പോലത്തോ? ചെറുതല്ലേ. അപ്പൊ ഗൈസ്, നമ്മള് ഫുഡ് ഡിന്നർ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. പെട്ടെന്ന് മുംബൈയിൽ എത്തണം. അത്യാവശ്യം 60 കിലോമീറ്റർ കൂടി ഉണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് എത്തിക്കൂലേ? നല്ല കുഴപ്പമില്ല ഭക്ഷണം. പിന്നെ പ്രിൻസ് എന്നാണ് മൂപ്പര് പേര്. പ്രിൻസേട്ടൻ പറഞ്ഞാണ് മൂപ്പര് ഇനി ആരെങ്കിലും ഇല്ല വരികയാണെങ്കിൽ മൂപ്പര് ഹോട്ടൽ സജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ഏരിയയിൽ കിട്ടുന്നതിൽ അല്ലേ നല്ലൊരു ഭക്ഷണം അല്ലേ. ഹോട്ടൽ പേര് പഠിച്ചോനെ മറന്ന്, ഹോട്ടലിന്റെ പേര് ഞങ്ങള് മെൻഷൻ ചെയ്യും.